ലോകത്തെ ഏറ്റവും ഭ്രാന്തമായ ഏറ്റവും എക്സെൻട്രിക്കായ ഒരു പ്രണയം. ഒരു കാലത്ത് തൻ്റെ രോഗിയായിരുന്ന യുവതിയോട് ഒരു റേഡിയോളജിസ്റ്റ് തോന്നിയ പ്രേമത്തെ എന്തുകൊണ്ടാണ് ലോകം മുഴുഭ്രാന്ത് എന്ന് വിളിച്ചതെന്നറിയണമെങ്കിൽ ഈ കഥ അറിഞ്ഞിരിക്കണം. 1926 ജർമ്മൻ വംശജനായ കാൾ ടാൻസിലർ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ഫ്ലോറിഡയിലെ കീ വെസ്റ്റിലേക്ക് എത്തിയത്. അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറൈൻ ഹോസ്പിറ്റലിൽ അദ്ദേഹം റേഡിയോളജിസ്റ്റായി ജോലി നോക്കി. പൊതുവെ സ്വയം ഉൾവലിഞ്ഞ സ്വഭാവക്കാരനായ അയാൾ അവിടെ വെച്ചാണ് എലീന ഡി ഹൊയോസ് എന്ന രോഗിയെ കണ്ടുമുട്ടിയത്. മരണകാരണമായേക്കാവുന്ന ക്ഷയരോഗമാണ് അവളെ പിടികൂടിയത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള എലീന അതിസുന്ദരിയായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ ടാൻസിലർ അവളിൽ ആകൃഷ്ടനായി. താൻ സ്വപ്നത്തിൽ കാണാറുള്ള, താൻ ജീവിത പങ്കാളിയാക്കണമെന്ന് ആഗ്രഹിച്ച ഇരുണ്ട മുടിയുള്ള സ്ത്രീ എലീനയാണെന്ന് കാൾ ഉറച്ചു വിശ്വസിച്ചു. അധികം വൈകാതെ തന്നെ ഈ ആകർഷണം അയാളിൽ വല്ലാത്തൊരു ഒബ്സഷനായി മാറി. എന്നാൽ ദിവസം ചെല്ലുന്തോറും അവളുടെ നില ഗുരുതരമായി. അപ്പോഴെല്ലാം ഇരട്ടി തീവ്രതയോടെ അയാൾ അവളെ സ്നേഹിച്ചു. രോഗം ഭേദമാക്കാൻ അയാൾ സ്വന്തമായി ഉപകരണങ്ങളും മരുന്നുകളും ഉണ്ടാക്കി നൽകി. സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകി. എലീന ഹൊയോസിനെ ബാധിച്ചിരുന്ന ക്ഷയരോഗം അത് അക്കാലത്ത് ചികിത്സയില്ലാത്ത ഒരു മാറാരോഗമായിരുന്നു. പക്ഷേ ടാൻസിലർ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ടാൻസിലറിന് എലീനയെ രക്ഷിക്കാനായില്ല. 1931 എലീന ഈ ലോകത്തോട് വിട പറഞ്ഞു. ശവസംസ്കാരം നടത്താനും ഒരു ശവകുടീരം ഉണ്ടാക്കാനുമൊക്കെ ടാൻസിലർ തന്നെ മുൻകൈയെടുത്തു. എലീനയുടെ മരണം പക്ഷേ ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിച്ചില്ല. അവൾക്കായി നിർമ്മിച്ച ശവകുടീരത്തിൽ ഓരോ രാത്രിയിലും പോയി സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പതിവാക്കി. ഏകദേശം 2 വർഷം ഈ അവസ്ഥ തുടർന്നു. എന്നാൽ 2 വർഷത്തിനു ശേഷം ടാൻസിലർ ആകെ മാറാൻ തുടങ്ങി. അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അയാൾ ഹൊയോസിന്റെ ശവകുടീരം സന്ദർശിക്കാതെയായി. അയാളുടെ ഈ മാറ്റം കണ്ട് അവളുടെ വീട്ടുകാർ അതിശയിച്ചു. എന്നാൽ പക്ഷേ അത് എന്തുകൊണ്ടാണെന്നവർ അന്വേഷിച്ചില്ല. ടാൻസിലർ എലീന ഹൊയോസിനെ അപ്പോഴും പ്രണയിച്ചിരുന്നു എന്നതാണ് വാസ്തവം. അതുമാത്രവുമല്ല, ദിവസം ചെല്ലുന്തോറും ആ പ്രണയത്തിന്റെ തീവ്രത കൂടി വന്നു. കൂടുതൽ സമയം അവളുമായി ചെലവഴിക്കണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ 1933 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കാൾ ടാൻസിലർ ആ ഭീകരമായ കൃത്യം ചെയ്തു. അദ്ദേഹം എലീനയുടെ മൃതദേഹം രഹസ്യമായി ശവകുടീരത്തിൽ നിന്നും പുറത്തെടുത്ത് സ്വന്തം വീട്ടിലെ ഒരു താൽക്കാലിക ലാബിലേക്ക് മാറ്റി. അവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വയറുകൾ, മെഴുക്, ഗ്ലാസ് കണ്ണുകൾ എന്നിവ ഉപയോഗിച്ച് അവളുടെ ശവശരീരം അയാൾ മമ്മിഫൈ ചെയ്തു. മൃതദേഹം ഉറപ്പിച്ചു നിർത്താൻ കമ്പികളും മെഴുകും തുണികളും ഉപയോഗിച്ചു. അഴുകിപ്പോയ ചർമ്മത്തിന് പകരം സിൽക്ക് തുണികളും പശയും വെച്ച് പുതിയ രൂപം നൽകി. ഗ്ലാസ് കണ്ണുകൾ, അവളുടെ മുടി കൊണ്ടുണ്ടാക്കിയ വിഗ് എന്നിവ വെച്ചു. എലീന ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ച് വിലയേറിയ ഗൗണുകൾ ധരിപ്പിച്ച് ഒരു ജീവിത പങ്കാളിയോട് എങ്ങനെയോ അത്തരത്തിൽ ആ മൃതദേഹത്തോടൊപ്പം സമയം ചെലവഴിച്ച് സംസാരിച്ച് അയാൾ അവൾക്കൊപ്പം കിടന്നുറങ്ങി. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി തീർന്നു. എലീനയുടെ ശരീരം കൂടുതൽ ദ്രവിക്കാൻ തുടങ്ങി. പക്ഷേ ടാൻസിലർ തുണിക്കെട്ടുകൾ ഉപയോഗിച്ച് അവളുടെ ശരീരത്തിലെ പൊള്ളയായ ഭാഗങ്ങൾ നിറയ്ക്കാൻ ശ്രമിച്ചു. ശവശരീരത്തിന്റെ അഴുകിയ ഗന്ധം ചുറ്റിലും പടരാതിരിക്കാനായി അയാൾ അണുനാശിനിയും മൃതദേഹത്തിന്റെ മുഖത്ത് മെഴുകും പ്രയോഗിച്ചു. ഒരു സാധാരണ ബന്ധത്തിലാണെന്ന പോലെ ടാൻസിലർ എലീനയ്ക്കായി സുഗന്ധദ്രവ്യങ്ങളും സമ്മാനങ്ങളും വാങ്ങി നൽകി. അവളുടെ മുടിയടകൾ സുന്ദരമാക്കാനും അദ്ദേഹം എന്നും ശ്രമിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ടാൻസിലറിന്റെ ജീവിതത്തിൽ ആരോ ഉണ്ടെന്നും അവൾക്കായിട്ടാണ് അയാൾ സമ്മാനങ്ങൾ വാങ്ങുന്നതെന്നുമുള്ള സംസാരങ്ങൾ പൊതുവെ പടർന്നു. എന്നാൽ അത് ആരാണെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. ആരും അവളെ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അയൽവാസിയായ ഒരു ആൺകുട്ടി മനുഷ്യന്റെ വലുപ്പമുള്ള ഒരു പാവയുമായി അയാൾ നൃത്തം ചെയ്യുന്നത് കാണാനിടയായി. 1940കളിൽ ഒരു വലിയ പാവയോടൊപ്പം ടാൻസിലർ ജീവിക്കുന്നു എന്ന സംശയം എലീനയുടെ സഹോദരിക്കും തോന്നി. സഹോദരി ടാൻസിലറുടെ അപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ ആ സത്യം പുറത്തായി. അവൾ പോലീസിനെ വിളിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ കണ്ടത് 7 വർഷം പഴക്കമുള്ള കേടുകൂടാതെ സൂക്ഷിച്ച എലീനയുടെ ഒരു മമ്മിഫൈഡ് മൃതദേഹമായിരുന്നു. ഒരു മൃതദേഹത്തോടൊപ്പമാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയ ഉടൻ ടാൻസിലർ അറസ്റ്റിലായി. അനാശാസ്യപരമായി ഒരു ശവക്കുഴി കുഴിച്ചതിനും ഒരു മൃതദേഹം നീക്കം ചെയ്തതിനും അയാൾ വിചാരണ നേരിട്ടു. ആളുകൾക്കിടയിൽ ഈ കേസ് വലിയ ചർച്ചയായി. പല നാട്ടുകാരും ടാൻസിലറിനോട് സഹതപിച്ചു. ചില സ്ത്രീകൾ ഇത് റൊമാൻറ്റിക് ആണെന്ന് പോലും കരുതി. ഒടുവിൽ കാലാവധി അവസാനിച്ചതിനാൽ ടാൻസിലർ കുറ്റവിമുക്തനായി. വളരെ ശ്രദ്ധ നേടിയ കേസെന്ന നിലയിൽ വിചാരണയെ തുടർന്ന് ഫ്ലോറിഡയിലെ ജനങ്ങൾക്ക് കാണാൻ യുവതിയുടെ മൃതദേഹം ഒരു പ്രാദേശിക ശവസംസ്കാര ഹാളിൽ പ്രദർശനത്തിന് വെച്ചു. തുടർന്ന് രഹസ്യമായി ഒരു പുതിയ ശവക്കുഴിയിൽ അത് അടക്കം ചെയ്യുകയും ചെയ്തു. വിചാരണയുടെ അവസാനത്തിൽ അവളുടെ മൃതദേഹം തിരികെ വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടെങ്കിലും അയാളുടെ അഭ്യർത്ഥന നിരസിച്ചു.
പിന്നീട് 1952 മരിക്കുമ്പോൾ എലീനയുടെ അതേ രൂപത്തിലുള്ള ഒരു പാവയെ കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയതും. പ്രണയം അത് എത്തരത്തിലുള്ളതാണെങ്കിലും അതിരുകൾ ലംഘിക്കപ്പെടുമ്പോൾ അത് എങ്ങനെ ഭ്രാന്തായി മാറുന്നു എന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണമാണ് ഈ അസാധാരണ പ്രണയം.